ഞാൻ ഹാല് മൂവി കണ്ടിറങ്ങി വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഷെന്നികം അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ലാത്ത ക്യാരക്ടറാണ് അവൻ ചെയ്തിട്ടുള്ളത്. ഹാല് എന്ന് പറയുമ്പോൾ ഒരു പ്രേമത്തിൻ്റെ ഒരു ഇത്, അതേപോലെ തന്നെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ കൊട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും എന്താ പറയുക, പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മൂവി നിങ്ങൾ കണ്ടോന്നറിയില്ല. ഏതായാലും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. അതേപോലെ തന്നെ ബബ്ബബ്ബ ദിലീപ് നന്നായിട്ട് അഭിനയിച്ച ഒരു പടമാണ്. ലോജിക്കൊന്നും ഇല്ലെങ്കിലും ബബ്ബബ്ബ അടിപൊളിയാണ്. അതേപോലെ തന്നെ അതിൽ മോഹൻലാലിൻ്റെ സീക്വൻസ്, പണ്ടത്തെ ദിലീപിൻ്റെ മൂവികൾ എടുത്തു നോക്കിയറിയാം. അതിലെ പല സീൻസും ഇതിൽ വന്നിട്ടുണ്ട്. സീൻസ് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അത് ഏറ്റവും മികച്ച രീതിയിൽ ഡയറക്ടർ അത് ചെയ്തു എന്നുള്ളൂ. കഥ എന്താ, ഒരു മുഖ്യമന്ത്രിനെ തട്ടിക്കൊണ്ടുപോയാണ്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിക്കുക, അവിടെയുള്ള ചുറ്റുപാട് കാര്യങ്ങൾ, അവസാനം ഫൈറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ആ മൂവിയിലുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യം, ദിലീപിൻ്റെ സിനിമ ഞാൻ 9 ടിക്കറ്റാണ് എടുത്തത് നൈറ്റ്. അപ്പോൾ എല്ലാ റോയിലും ഫില്ലായിരുന്നു. ദിലീപ് കുറേ നാളിന് ശേഷം തിയേറ്ററിലെത്തുകയാണ്. അപ്പോൾ ഞാനൊരു ദിലീപ് ഫാനാണ്. അപ്പോൾ നിങ്ങൾ ദിലീപ് ഫാനാണെന്ന് എനിക്കറിയില്ല. ദിലീപിൻ്റെ ഭാവന വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്ന് ഇപ്പോൾ ദിലീപ് വിജയിച്ചു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആഘോഷമാണ് ആ പടം നമ്മൾ ഏറ്റെടുത്തത്. അതേപോലെ തന്നെ അതിൽ മോഹൻലാൽ ഒന്നും പറയാനില്ലാത്ത അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഏതായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. നല്ല പടമാണ്, ഒരിക്കലും നഷ്ടം വരില്ല. അതേപോലെ തന്നെ ഹാല് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട പടമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യല്ല, ഒരിക്കലും ഞാനൊരു സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ കാണേണ്ട ഒരു പടമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾക്ക് വീണ്ടും കാണാം. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ബോച്ചിൻ്റെ വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ട് ഇടുന്നത്. ബോച്ചിൻ്റെ വീഡിയോസ് എന്തായാലും നമ്മൾ കാണാൻ, ഞാൻ ബോച്ച ഫാനാണ്. ബോച്ചൻ്റെ ഒപ്പം നടന്നതിനും കുറച്ചു കാലം. അതുകൊണ്ട് എനിക്ക് ബോച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ അയാളുടെ കഴിവാണ്. അതേപോലെ തന്നെ അയാളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ അയാൾ ഇപ്പോഴും നല്ല രീതിക്ക് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ സഹായം ചോദിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഒരിക്കലും ഞാനൊരു സഹായം കൊടുക്കുന്ന രീതിയിൽ എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വന്നാലാണ് നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.